ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കാറ്ററിംഗ് സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് ആണ്. ഇന്ന് രാവിലെ എനിക്കൊരു 2 കിലോ ബീഫിന്റെ റോസ്റ്റ് തയ്യാറാക്കി കൊടുക്കാനുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് കാണിച്ചു തന്നിട്ടുള്ളതും. ഏതൊരു വിഭവം തയ്യാറാക്കിയാലും അതിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട്. ആ ഒരു കാര്യങ്ങൾ മാത്രമല്ല, എൻ്റെ വീട്ടുജോലികള്, പിന്നെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് എഡിറ്റിംഗ് ചെയ്യുന്നതും ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് സെർവൻ്റൊന്നും ആരും തന്നെ ഇല്ല. ഞാനൊരു ഫുഡ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പൈസയൊന്നും ഞാൻ ഈടാക്കാറില്ല. കാരണം ടേസ്റ്റിന് കൊടുക്കുമ്പോഴാണ് നമ്മളെ തേടിയ ആളുകൾ എത്തുന്നത്. ഞാൻ അതുപോലെ തന്നെ ഒരുപാട് ഓർഡറുകളൊന്നും എടുക്കുന്നുമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ മറ്റൊരാളുടെ സഹായവും എനിക്ക് ആവശ്യവുമില്ല. എനിക്ക് പറ്റാവുന്ന ഓർഡറുകൾ മാത്രമാണ് ഞാൻ ചെയ്യുന്നതും. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊരു പ്രചോദനമായി തോന്നുവാണെങ്കിൽ ഞാൻ മനസ്സുകൊണ്ട് തന്നെ സന്തോഷിക്കുന്നതുമാണ്. അപ്പോൾ എങ്ങനെയാണ് കാറ്ററിംഗ് സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. കാറ്ററിംഗ് സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ 2 കിലോ അളവിലാണ് ബീഫ് എടുത്തിട്ടുള്ളത്. നമുക്ക് നല്ല ചോരമയൊക്കെയുള്ള ബീഫാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇതുപോലുള്ള ബീഫ് വെച്ചിട്ട് വേണം നല്ലൊരു റോസ്റ്റ് തയ്യാറാക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ബീഫിൽ അത്യാവശ്യം നെയ്യൊക്കെയാണ് ഉള്ളത്. ഇനിയിപ്പോൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുള്ള ബീഫിനെ നല്ല വൃത്തിയായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. ബീഫ് കഴുകുമ്പോൾ 2-3 തവണ ചോരവെള്ളം എല്ലാം ഒന്ന് കഴുകി കളഞ്ഞതിന് ശേഷം കുറച്ച് കല്ലുപ്പും കൂടി ചേർത്ത് നല്ല വൃത്തിയായിട്ട് തന്നെ ഇവിടെ കഴുകിയെടുത്തിട്ടുമുണ്ട്. ബീഫിലുണ്ടായിരുന്ന ചോരമയം മുഴുവനും ഞാനിവിടെ കഴുകി കളഞ്ഞിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മാരിനേഷൻ ഉണ്ട്. ഇതിനായിട്ട് കുറച്ച് കറിവേപ്പില ആദ്യം തന്നെ ചേർക്കുവാണ്. കറിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി വേണം ചേർക്കാനായിട്ട്. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിലാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു 6 പച്ചമുളക് വേണം കട്ട് ചെയ്ത് ചേർക്കാനായിട്ട്. പച്ചമുളക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചേർത്താൽ ഉടൻ തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ കല്ലുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 2 സ്പൂൺ അളവിൽ ബീഫ് മസാല കൂടെ ചേർക്കുന്നുണ്ട്. ഈ ഒരു ബീഫ് മസാലയുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാര് കണ്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അതിനുശേഷം കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് തിരുമി 2 മിനിറ്റ് നേരം കുഴച്ചെടുക്കണം. വെളിച്ചെണ്ണ നമ്മുടെ ബീഫിലേക്ക് ചേർക്കുന്നത് ബീഫ് നല്ല മയത്തിൽ തന്നെ വെന്ത് കിട്ടുന്നതിനായിട്ടാണ്. 2 മിനിറ്റ് നേരം ബീഫ് കുഴച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കണം. വിനാഗിരി ബീഫിലേക്ക് ചേർക്കുന്നത് ബീഫ് നല്ല സോഫ്റ്റ് ആയിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഒന്ന് വെന്ത് കിട്ടുന്നതിനായിട്ടാണ്. വിനാഗിരിയും കൂടി ചേർത്തിട്ട് 1 സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് കുക്കർ ഒന്ന് മൂടി അടച്ച് വെച്ചു കൊടുക്കാം. 10 മിനിറ്റിന് ശേഷം ഒരു 5 വിസിൽ വരുന്നത് വരെയും ഒന്ന് ബീഫ് വേവിച്ചുകൂടെ വെക്കണം. ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ ഒന്ന് എടുത്ത് വെക്കണം. 1 കിലോ ബീഫിന് 3 സവാള എന്ന കണക്കിന് 2 കിലോ ബീഫിന് 6 സവാളയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ കൂടെ തന്നെ 3 ബോൾ വെളുത്തുള്ളിയും 1 വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 5 പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കൊച്ചുള്ളിയാണ്. ഞാനിവിടെ ഒരു 150 ഗ്രാം അളവിലാണ് കൊച്ചുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ കാണിച്ച സവാള നല്ല തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചേർത്ത് ചതച്ചും വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് തുറന്നുകൂടെ നോക്കാം. 5 വിസിൽ കൊണ്ട് തന്നെ നമ്മുടെ ബീഫ് നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ വിനാഗിരി ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ബീഫ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുള്ളത്. നല്ലവണ്ണം വെന്ത് തുടങ്ങിയ ബീഫ് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് നെക്കി നോക്കിയാൽ ഇതുപോലെ വിട്ട് വരുന്നതാണ് കേട്ടോ പാകം. നമുക്ക് ഈ ബീഫിനെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ബീഫ് റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു ചുവടുകട്ടിയുള്ള ഉരുളിയാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ഉരുളി നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നപ്പോൾ 1 ടീസ്പൂൺ അളവിൽ ഉലുവ കൂടെ ചേർത്തിട്ടുണ്ട്. ബീഫ് കറി തയ്യാറാക്കുമ്പോൾ ഉലുവ കൂടി ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കുന്നത് കറികൾക്ക് ടേസ്റ്റ് കിട്ടുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 6 ഏലക്ക കൂടെ ചതച്ച് ചേർക്കുന്നുണ്ട്. ഏലക്കയും ഉലുവയൊക്കെ താളിച്ച് കറി തയ്യാറാക്കുമ്പോൾ കറികൾക്ക് പ്രത്യേക ടേസ്റ്റ് ആണ്. ഇനി ഇതിലേക്ക് 1 പിടിയോളം കറിവേപ്പില കൂടെ ചേർത്തിട്ടുണ്ട്. കറിവേപ്പിലയും ചേർത്തൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള സവാള കൂടി ചേർക്കാം. സവാള ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയും കൂടി എടുക്കാം. സവാള വഴറ്റിയെടുക്കുമ്പോൾ നല്ല മെറൂൺ കളറിലേക്ക് ആക്കിയെടുക്കണം. അപ്പോഴാണ് നമ്മൾ തയ്യാറാക്കുന്ന കറികൾക്ക് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുന്നതും. ഇനി സവാള പെട്ടെന്നൊന്ന് വാടി കിട്ടുന്നതിനായിട്ട് ഞാനിതിലേക്ക് 1 സ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുവാണ്. ഈ സമയത്ത് നമ്മുടെ സവാള നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ ഒന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കൊച്ചുള്ളിയാണ് ചേർക്കേണ്ടത്.
കൊച്ചുള്ളിയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കുവാണ്. ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ സവാളയും കൊച്ചുള്ളിയും ഇതേ ഒരു പാകത്തിലേക്കായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് നമുക്ക് ഈ സവാളയെ വഴറ്റിയെടുക്കേണ്ടതും. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണ എല്ലാം നല്ലവണ്ണം വിട്ടും വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോഴാണ് നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതുകൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് വഴറ്റിയെടുക്കുമ്പോൾ ചട്ടിയിലൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു തരി പോലും അടിയിൽ പിടിപ്പിക്കാതെ വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇനി നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുള്ള സവാളയും ഇഞ്ചിയും പച്ചമുളകും ഒന്ന് നല്ലവണ്ണം ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫിൽ നിന്നും കുറച്ച് സ്റ്റോക്ക് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഇനി പൊടികൾ ചേർക്കുമ്പോൾ പൊടികളൊന്നും കരിയാതിരിക്കാനും വേണ്ടിയിട്ടാണ്. സ്റ്റോക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുവാണ്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. എങ്കിലും നമ്മുടെ മസാലയ്ക്ക് കളർ കിട്ടുന്നതിനായിട്ടാണ് ഇതിലേക്ക് ഇപ്പോൾ 1 നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഇതെല്ലാം കൂട്ടിച്ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ ബീഫ് കറിക്ക് കാണാനൊക്കെ നല്ലൊരു ഭംഗി കിട്ടുന്നതിനായിട്ട് 2 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി കൂടെ ചേർക്കാം. കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കുവാണ്. മുളക് പൊടി ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വീണ്ടും കുറച്ചുകൂടെ സ്റ്റോക്ക് ചേർക്കാം. കുറച്ചുകൂടെ സ്റ്റോക്ക് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കറിക്ക് ആവശ്യമായ എരിവെള്ള മുളക് പൊടി ചേർക്കണം. ഞാനിവിടെ 2 സ്പൂൺ അളവിലാണ് എരിവെള്ള മുളക് പൊടി ചേർക്കുന്നത്. നമ്മളിതിലേക്ക് ഒരു 12 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് കറിക്ക് അത്യാവശ്യം എരിവൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് 2 സ്പൂൺ അളവിൽ എരിവെള്ള മുളക് പൊടി ചേർത്തിട്ടുള്ളത്. മുളക് പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുവാണ്. ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ഫ്ലെയിം അങ്ങ് സിമ്മിൽ വെച്ച് കൊടുത്തിട്ട് വേണം ചെയ്തെടുക്കാനായിട്ടും, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടികൾ കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. മുളക് പൊടിയും ചേർത്ത് നല്ലവണ്ണം ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ബീഫ് മസാലയാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ ഒരു 4 സ്പൂൺ അളവ് ചേർക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ 4 സ്പൂൺ അളവും നേരത്തെ വേവിച്ചപ്പോഴും കുറച്ച് ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് മീറ്റ് മസാലപ്പൊടിയും ഈ ഒരു സമയത്ത് ചേർക്കാവുന്നതാണ്. ഇനിയിപ്പോൾ മസാലപ്പൊടിയും കൂടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്നുകൂടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കൂടെ ചേർക്കാം. ബീഫും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. മസാല എല്ലാം ബീഫിലേക്ക് നല്ലതുപോലെ ഒന്ന് പിടിച്ചു കിട്ടണം. അതുവരെയാണ് നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കേണ്ടത്. 2 മിനിറ്റ് നേരം മസാലയിൽ ഇട്ട് കൊടുത്തിട്ട് ബീഫ് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഒന്ന് തിളച്ച് വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമ്മുടെ ബീഫ് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കുക്കറിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ബീഫ് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ വെന്ത് കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അധികമൊന്നും ഇളക്കി യോജിപ്പിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അതുപോലെ തന്നെ ബീഫ് വേവിച്ചെടുത്തപ്പോൾ മസാലപ്പൊടിയെല്ലാം ചേർത്തിട്ട് തന്നെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് വെറുതെ കഴിക്കാനും വളരെ ടേസ്റ്റ് തന്നെയാണ്. ഇനി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം നല്ലതുപോലെ ഒന്ന് വറ്റി വരട്ടെ. അതുവരെയും നമുക്കൊന്നുകൂടെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ബീഫ് കറി നല്ലതുപോലെ തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 കുഞ്ഞു തക്കാളി കട്ട് ചെയ്തത് കൂടി ചേർക്കാം. നമ്മുടെ കറിക്ക് തക്കാളിയുടെ ഒന്നും ഒരു ആവശ്യമില്ല. എങ്കിൽ തന്നെയും കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു തക്കാളി ചേർത്തിട്ടുള്ളത്. തക്കാളി കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള തക്കാളി അധികമൊന്നും വേവിച്ചുടക്കാതെയാണ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തക്കാളി അധികം ഒന്നും ഉടയ്ക്കാതെ വേണം കറി തയ്യാറാക്കി എടുക്കാനായിട്ടും. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ബീഫ് റോസ്റ്റ് നല്ല പോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കൂടെ തന്നെ കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തത് കൂടി ചേർത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഈ ബീഫ് റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ പാക്കറ്റ് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു അവസാന സമയത്ത് ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകവും കുരുമുളക് പൊടിയും ചേർക്കേണ്ടതാണ്. ഞാനിവിടെ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന പൊടി ആയതുകൊണ്ടിട്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു പൊടിയും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ കാണാലോ നമ്മുടെ ബീഫ് റോസ്റ്റ് വളരെ ടേസ്റ്റി ആയിട്ട് തന്നെയാണ് തയ്യാറാക്കി എടുക്കാൻ സാധിച്ചിട്ടുള്ളതെന്ന്. കാണുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. എൻ്റെ കൂട്ടുകാർ എല്ലാവരും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു 2 കിലോ ബീഫ് കറി ഒരു 14 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതുമാണ്.
കാറ്ററിംഗുകാരുടെ അളവെന്ന് പറഞ്ഞാൽ 1 കിലോ ബീഫ് 6 പേർക്കാണ് സെർവ് ചെയ്യാൻ പറ്റുക. പക്ഷേ നിങ്ങൾ ഇതേ ഒരു രീതിയിൽ തയ്യാറാക്കുവാണെങ്കിൽ നമുക്കൊരു 14 പേർക്ക് സെർവ് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കാറ്ററിംഗ് സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡിയാണ്. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന നല്ല സ്വാദാണ്. അതുപോലെ തന്നെ കാറ്ററിംഗ് സ്പെഷ്യൽ ബീഫ് മസാലപ്പൊടിയുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏതൊരു കറി തയ്യാറാക്കാനും ആ ഒരു മസാലപ്പൊടി മാത്രം മതിയാകും. അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അതുപോലെ നമ്മുടെ ബീഫ് മസാല നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ളൂ കൂട്ടുകാരെ. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനകരമായിട്ടുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.